ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമ്മൾ 4-ാം സൂത്രത്തിലാണ്. 4-ാം സൂത്രം അടുത്ത കാലത്തൊന്നും കഴിയില്ല, കാരണം അതാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ചതുസ്സൂത്രി എന്ന് പറയുന്നതിൽ ആ ചതുസ്സൂത്രിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് വേദം കർമ്മകാണ്ഡ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ്. അതായത് പൂർവപക്ഷി പറയുന്നത് അത് ശരിയല്ല എന്ന് സിദ്ധാന്തി സമർത്ഥിക്കുന്നുണ്ട്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നേടാൻ പറ്റുന്നതിൻ്റെ പരമാവധി നേടിയിട്ട് അതിനുപരി അന്ധകരണശുദ്ധിക്ക് അനുസരിച്ച് അതിനുപരി എത്താൻ വേണ്ടിയാണ് വേദത്തിൻ്റെ കർമ്മകാണ്ഡം വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറേ ആചാര്യന്മാരെ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ആചാര്യന്മാരെയൊക്കെ സമ്മതി വെച്ചിട്ടാണ് പറയുന്നത് കർമ്മം കൊണ്ട് വേദകർമ്മഭാഗത്തെ പഠിച്ച് ദേവയാന മാർഗം വിധിക്കുന്നു. ദേവയാന മാർഗത്തിലേക്ക് കടക്കുന്നവർ ആനന്ദമണ്ഡലങ്ങൾ കടന്നൊടുവിൽ ബ്രഹ്മപ്രാപ്തിക്ക് അർഹരായിത്തീരും. ബ്രഹ്മപ്രാപ്തിക്ക് അർഹരായി തീരാൻ വേണ്ടി ദേവയാന മാർഗത്തിലേക്ക് കടക്കുന്നവർ അതുപോലെ തന്നെ ദക്ഷിണായന മാർഗത്തിൽ, അങ്ങനെ 2 മാർഗങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ പുനർജന്മ സിദ്ധാന്തത്തിനനുസരിച്ചുള്ളതാണ്. അതേസമയത്ത് പരമമായ അറിവ്, ഉപനിഷത്ത് തത്വാർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മാർഗമില്ല, ഒന്നുമില്ല. അവിടെ പിതൃലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിനൊന്നും അല്ല പ്രാധാന്യം. പിതൃലോകമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമുക്കതൊന്നും വേണ്ട. ലോകഗമനല്ല ഉദ്ദേശിക്കുന്നത്. പുണ്യം കൊണ്ട് നേടാൻ പറ്റുന്നതാണ് ലോകങ്ങളൊക്കെ. പുണ്യം കർമ്മം കൊണ്ട് നേടുന്നതാണ്. അതുകൊണ്ട് തന്നെ കർമ്മം കൊണ്ട് നേടിയതൊക്കെ ക്ഷയിച്ചു പോവുകയും ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാത്തതൊന്നും കർമ്മം കൊണ്ട് നേടാൻ പോകുന്നില്ല. എത്ര പുണ്യം നേടിയാലും ഏതെല്ലാം ലോകങ്ങളിലേക്ക് പോയാലും, പോവില്ല എന്നുള്ള വേറെ കാര്യം, പോയാലും ശരി, അതൊന്നും പരമമായ സത്യത്തെ കുറിക്കുന്നതല്ല എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്ത്, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയായിത്തീരുന്നു. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ബ്രഹ്മാവ് മുതൽ വൃക്ഷങ്ങളും ചെടികളും വരെയുള്ള ജീവികൾ താരതമ്യഭേദമനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതായി കേൾക്കുന്നുണ്ട്. മനുഷ്യൻ മുതൽ ബ്രഹ്മാവ് വരെയുള്ള ജീവികളുടെ ആനന്ദാനുഭവ താരതമ്യം ശ്രുതി പലയിടത്തും വിശദമായി വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകം ഗമനം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വർഗം കിട്ടണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം സുഖത്തിൻ്റെ വലിയൊരു മേഖല കയ്യിലാക്കണം എന്നാണ്. സ്വർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്വർഗം ആഗ്രഹിക്കുന്ന ഒരാൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കുറേ സുഖം അവിടെ കിട്ടും. അപ്പോഴാണ് ബ്രഹ്മസൂത്രം മുന്നോട്ട് വയ്ക്കുന്നത് സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട് എന്ന്. ദുഃഖമില്ലാത്തൊരു സുഖം ഈ ലോകത്ത് എവിടെയും നമുക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ സ്വർഗത്ത് പോയിട്ട് കാര്യം? പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, നരകത്ത് പോവുകയാണെന്ന് വെച്ചാൽ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടെങ്കിൽ ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉയരാനുള്ള വകുപ്പുണ്ട്. സ്വർഗത്തിൽ അഹങ്കരിക്കുകയും ചെയ്യും. പിന്നെ അതൊട്ട് വിട്ടുപോകാനും പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കാട്ടും നല്ലത് നരകം കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. എപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഏതാണ്? ജീവിതത്തിലെ തിക്താനുഭവങ്ങളാണ്. നല്ല അനുഭവങ്ങൾ ആര് ചിന്തിപ്പിക്കാനാണ്? അങ്ങനെ ചിന്തിപ്പിക്കണമൊന്നുമില്ല. ചീത്താനുഭവങ്ങളല്ലേ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത്. പിന്നോട്ട് മടക്കിയ കാലുകളെ കൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് സ്വർഗാദി ലോകഗമനല്ല ഉദ്ദേശിച്ചത്. ബ്രഹ്മസ്വരൂപം സിദ്ധാന്തപരമായി ധരിച്ച് വിദ്യാമാർഗത്തെ അവലംബിക്കുന്ന യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പോൾ സിദ്ധാന്തപരമായിട്ട് വിദ്യാമാർഗത്തെയാണ് അവലംബമാക്കുന്നത് ചിലർ. വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ വേദവിദ്യ, കർമ്മ എങ്ങനെ അനുഷ്ഠിക്കണം, എന്തിനനുഷ്ഠിക്കണം എന്നറിവ്. ആ അറിവല്ല ഇവിടെ പരമമായിട്ടുള്ളത്. ഇവിടെ പരമമുള്ള തന്നാൽ അറിയലാണ്. ആ അറിയുന്ന അതിനുപരി എത്താൻ മറ്റൊരു മാർഗവും ഇല്ല. അപ്പോൾ ദുഃഖത്തിന് കാരണം എന്താണ്? കർമ്മജന്യമായ അധർമ്മമാണ്. ആര് ദുഃഖിക്കുന്നുണ്ടെങ്കിലും ദുഃഖിക്കാൻ കാരണം അധർമ്മമാണ്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അപ്പോൾ കർമ്മജന്യമായ അധർമ്മമാണ് ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ സുഖത്തിന് കാരണം എന്താണ്? അത് ധർമ്മമാവണം. അത്രയേ ഉള്ളൂ. എളുപ്പമാണ് മനസ്സിലാക്കാൻ. മോഹമുഗ്ധരായി കഴിയുന്നവർക്ക് താരതമ്യമനുസരിച്ച് ധർമാധർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. ധർമ്മങ്ങളും അധർമ്മവും, ധർമാധർമ്മങ്ങൾക്കുപരി എത്താനാണ് മനുഷ്യജന്മം. ധർമ്മം കൊണ്ട് നേടാൻ പറ്റുന്നത് എന്താണ്? ദുഃഖമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോവാം, വിഷമമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോവാം. പക്ഷേ അങ്ങനെ പൂർണ്ണമായി ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഒരു നാവിനും അത് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ധർമ്മം എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ മറ്റൊരാളെ ദൃഷ്ടിയാൽ അധർമ്മമാവും. നമ്മൾ അധർമ്മം എന്ന് വിചാരിക്കുന്നത് മറ്റൊരാളെ ദൃഷ്ടിയാൽ ധർമ്മം. അതേപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളും. സുഖം മാത്രമായ ഒരു ജീവിതം ഒരാൾക്കുമില്ല. സുഖത്തിൽ തന്നെ ദുഃഖമുണ്ട്, ദുഃഖത്തിൽ സുഖമുണ്ട്. എനിക്ക് ദുഃഖമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ദുഃഖം എങ്ങനെ അറിഞ്ഞു? എപ്പോഴോ സുഖം അനുഭവിച്ചോണ്ടാ. ഇപ്പോൾ പകലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? രാത്രി ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ പിന്നെ പകലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സുഖവും ദുഃഖവും, മാനവും അപമാനവും, നിന്ദയും സ്തുതിയും, ചൂടും തണുപ്പും, പൂജാ പരിഭവം, ഈ ദ്വന്ദ്ങ്ങളെല്ലാം ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. ഒന്ന് മാത്രമായിട്ടൊരു ലോകം സ്വപ്നം കണ്ടിട്ടൊരു കാര്യമില്ല. പക്ഷെ അങ്ങനെ കാണുന്നവരാണ് സ്വർഗകാമികൾ. അവിടെ എന്താ ഉള്ളത്? അവിടെ ദുഃഖം ഇല്ല എന്നാണ്, പക്ഷെ സുഖം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ അതിൻ്റെ പൊള്ളത്തരം ഇവിടെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ എവിടെയും ഉണ്ടാവില്ല. എന്താ? ഇത് യുക്തിയാണ്. യുക്തിക്കും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സുഖം മാത്രമായിട്ടൊരു സംഭവം ഉണ്ടാവുമോ? സ്വർഗസങ്കല്പങ്ങൾ അങ്ങനെയാണല്ലോ. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ തേനും പാലും ഒഴുകുന്നുണ്ട്. ഉറപ്പാണ് അവിടെ ഉറുമ്പും ഉണ്ടാവും. തേനൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പില്ലാതിരിക്കും. ഉറുമ്പിൻ്റെ കടിയും കൊള്ളണ്ടേ? അപ്പോൾ അതേപോലെ അതിൻ്റെ ഒന്നും പിന്നാലെ വെറുതെ ഓടി സമയം കളയണ്ടെന്നാണ് ഇവിടെ പറയണതിനർത്ഥം. പിന്നെ എന്താ ഉള്ളത്? സുഖമോ ദുഃഖമോ എന്താച്ചാ വരട്ടെ, അത് വന്നത് പോവുമല്ലോ. പിന്നെ എന്തിനാ ഞാൻ പോയി? അല്ലാതെന്ത്? അതിനുപരി എത്തുക, അതിനാൽ ബാധിക്കപ്പെടാതാവുക. അതുതന്നെയാണ് ഇതിൻ്റെ. അശരീരം ശരീരേഷനവസ്ഥേഷവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോന്ന ശോചതി. അതെന്താണ് ആ സ്ഥിതി എന്ന് പറയുന്നത്? അശരീരം ശരീരേഷു, ശരീരങ്ങളിൽ ശരീരമില്ലാത്തവൻ. എനിക്ക് ശരീരമുണ്ട്. ശരീരം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും. ശരീരം എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്താണ്? ശീര്യതേ ഇത് ശരീരം എന്നാണ്, നശിച്ചു പോകുന്നത് എന്നാണ്. അപ്പോൾ ശരീരം നശിച്ചു പോകണ്ട, നശിച്ചു പോകുമെന്ന് തോന്നുമ്പോഴേക്കന്നെ എന്തായി? ദുഃഖമായി. അപ്പോൾ ആ ശരീരങ്ങളിൽ ശരീരമില്ലാത്തവനാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞാലോ? ശരീരം ഉണ്ട് എനിക്ക്, പക്ഷെ അത് എൻ്റെ ശരീരമാണ്, ഞാൻ ശരീരമല്ല.
ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ ദുഃഖം എന്നെ ബാധിക്കുന്നത്. അപ്പോൾ അശരീരം ശരീരേഷു. പിന്നെ പറയുകയാണ് അസ്ഥിരങ്ങളിൽ സ്ഥിരനുമാണ്. അസ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ലാത്തത്. സ്ഥിരമല്ലാത്തതിൽ സ്ഥിരനാണ് ഞാൻ. നമുക്ക് ആർക്കും ഒന്നും ഒരു സ്ഥിരതയില്ല. എന്ത് സ്ഥിരതയുള്ളത്? ഇന്നിപ്പോൾ ഉള്ള പോലെയല്ല നാളെ ഉണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഉണ്ടാവുക. പക്ഷെ ഞാൻ അവിടെ അസ്ഥിരനാണെങ്കിലും ഞാൻ സ്ഥിര ഉള്ളവനാണ്. കാരണം എന്നെ അതൊന്നും ബാധിക്കുന്നില്ല. അത് വരട്ടെ പോട്ടെ. എന്നിട്ട് പറയുക, സർവ്വവ്യാപിയായ ആത്മാവിനെ വിചാരം ചെയ്തുറപ്പിക്കുന്ന ധീരൻ ദുഃഖിക്കാൻ ഇടവരുന്നില്ല. സർവ്വവ്യാപിയാണ് ഏത്? ആത്മാവ്. സർവ്വവ്യാപിയായ ആത്മാവിനെ വിചാരം ചെയ്ത് ഉറപ്പിക്കുന്ന ധീരൻ. ധീരൻ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത് ധീയം രാതീതി ധീരൻ എന്നാണ്. ബുദ്ധിപൂർവം ജീവിക്കുന്നവൻ. അപ്പോൾ ബുദ്ധിയുള്ളവൻ ആരാണ്? ധീരനാണ്. അയാളൊരു സാഹസികല്ല. നമ്മൾ പറയും ഒരു നിസ്സാര കാര്യം വരുമ്പോഴേക്ക് ഒരു കുപ്പിയോ കയറോ എടുത്ത് ജീവനൊടുക്കുക. അതൊരു ധീരൻ്റെ ലക്ഷണമല്ല, അതൊരു അവിവേകിയുടെ ലക്ഷണമാണ്. അതേപോലെ തന്നെ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് ഒരു കൊക്കയിലേക്ക് ചാടി. അവൻ വലിയ ധീരനാണ്, ചിലപ്പോൾ ലോകം കൊട്ടി ഘോഷിച്ചേക്കാം. പക്ഷേ അത് അവിവേകമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് എടുത്തു ചാടിയുള്ള പ്രവർത്തനം, എന്നിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുക. അങ്ങനെ സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ വരാറുണ്ട്. കാര്യകാരണ വിചാരം കൂടാതെ ഏതെങ്കിലും ഒന്നിക്കാൻ എടുത്തിയാടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതും ധീരൻ്റെ ലക്ഷണമായിട്ട് ലോകത്ത് പറയാറുണ്ട്. മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി അവനുണ്ടല്ലോ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി. അതൊക്കെ ലോകത്ത് വലിയ കേമായിട്ട് പറയും. പക്ഷേ ചത്തുപോകുമെന്ന് ഉറപ്പാണ്. ചത്തു പോയില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ അത് കേമത്തായിട്ട് പറയും. പക്ഷെ വാസ്തവത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം? വിവേകപൂർവ്വം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? രക്ഷിച്ചവനെ രക്ഷിക്കാൻ വേറെ ആൾ വേണ്ടി വരും. അല്ല, ഈ ബുദ്ധിപൂർവ്വം നമ്മൾ രക്ഷപ്പെടാൻ പറഞ്ഞാലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുന്നിൽ ഒരു ബസ് കയറി, അപ്പോൾ മുന്നത്തെ ഒരു ബസ്സിൽ വീണ് അതിൽ കുറേ എണ്ണം പണി കഴിഞ്ഞ് ഇങ്ങനെ കഴിയൊക്കെ. പക്ഷെ നമ്മൾ പിന്നെ ആ ബസ് തന്നെയാണ് പോണേ. ബാക്കിലെ ബസ് ഇതിന് സംഭവിച്ച് എന്നിട്ട് നമുക്ക് നമുക്ക് ഇത് അങ്ങനെയാവുന്ന ഇറങ്ങി പോരാൻ പറ്റില്ല. അല്ല, അത് പറ്റില്ല. പക്ഷേ അതിനുള്ളൊരു കരുതൽ നമുക്ക് എടുക്കാമല്ലോ. ഒന്ന് മുറുക്കി പിടിക്കാൻ സീറ്റ്. അതെ അതെ അതെ, ഇതെങ്കിൽ വരും എന്നുള്ളൊരു ഓർമ്മ ഉണ്ട്. അതാണല്ലോ വിവേകം. അല്ലാതെ അതിനെ എലിയെ പിടിച്ച് ഇല്ലം ചുടലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ബസ്സിൽ തന്നെ കയറില്ലാറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഏത് കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം, ഏറ്റവും നല്ല ലളിതമായ ഉദാഹരണം പറയുമ്പോൾ, ഒരു കറണ്ടിൻ്റെ ഒരു പ്ലഗിലേക്ക് നമുക്ക് കൈയിട്ടെടുത്ത് കഴിഞ്ഞാൽ അത് ഷോക്ക് അടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇൻസുലേറ്ററായിട്ട് കൈമിൽ എന്തെങ്കിലും കയ്യുറയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അതെ, അതെ, ഏത് കാര്യത്തിനും ആദ്യം കൊടുക്കേണ്ടത് ബുദ്ധിയാണ്. ഇനി ഒരാൾ കറണ്ട് പിടിച്ച് വഴിയിൽ കിടക്കുകയാണ്, കറണ്ട് കമ്പി പൊട്ടി വീണായ്മ കിടക്കുകയാണ്. പലരും കാണാൻ പോയിട്ട് ഓടി പിടിക്കും, ഓലും പിടിക്കുകയും വരും. അതല്ല, അത് സാഹസികതയാണ്, അത് ധീരൻ്റെ ലക്ഷണമല്ല. മറിച്ച് അപ്പോൾ വിവേകപൂർവ്വം പ്രവർത്തിക്കുക. പലപ്പോഴും വിവേകം നഷ്ടപ്പെടും നമുക്ക് വികാരം വരുമ്പോൾ. ഒരു വഴിയിലൊരാൾ മരിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അപകടം പറ്റി കിടക്കുകയാണ്, നമ്മളെന്ത് ചെയ്യും? അത് രക്ഷപ്പെടുത്തേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അതേ സമയത്ത് വികാരാവേശനായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇപ്പം ഇന്നാളൊരു റിപ്പോർട്ട് വായിച്ചു. ഈ അപകടം പറ്റി കിടക്കുന്ന ഒരാളെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് കൈ പിടിച്ച് ഉയർത്തും. അത് ചെയ്യാൻ പാടില്ല, അത് കൂടുതൽ അബദ്ധമാവും. കാരണം ചിലപ്പോൾ കയ്യിനായിരിക്കും കുഴപ്പം പറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ കാലിനായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട പണിയാണെന്ന് ഒരു ഡോക്ടർ പറയുന്നത് റേഡിയോയിൽ കേട്ടതാണ്. അപ്പോൾ അതേപടി വികാരാവേശിതനായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാതാവും. ശരിയേത് തെറ്റേതെന്ന് അറിയാതെ പ്രവർത്തിക്കും. അതുകൊണ്ട് അവിവേകം പലപ്പോഴും ലോകത്ത് ധീരൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട്. അതല്ല, ഏത് സമയം ബുദ്ധിക്ക് വേണം വിട്ടുകൊടുക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ധീരന്മാർ ദുഃഖിക്കാൻ അവർക്ക് സാഹചര്യമില്ല. അതെങ്ങനെയാണ് ധീരന്മാർ ദുഃഖിക്കില്ല എന്ന് പറയാൻ കാരണം? അവർക്കറിയാം ഒരു ദുഃഖം വരുമ്പോൾ ഇത് അപരിഹാര്യാർത്ഥേ, പരിഹരിക്കാൻ കഴിയാത്ത കാര്യമാണോ അല്ലേ എന്നുള്ളത് അറിയാലോ. പിന്നെന്തിനാ കാര്യമാണ്? പിന്നെന്തിനാ ദുഃഖിക്കുന്നത്? അതന്നെ ധീരത. പൊതുവെ ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെടുന്ന സമയത്ത്
ഇനി എനിക്ക് ജീവിതമില്ല എന്നൊക്കെ വിചാരിച്ച് അവർ തിരിച്ചു വരുമോ? പിന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ എന്ന് പറഞ്ഞ് കരയും. പിന്നെ ഇരട്ടയ്ക്കല്ലല്ലോ വന്നത്, അത് പോയി. ഇനി ഇതിനൊക്കെ ഉള്ളൊരു സ്വാഭാവികമായൊരു കഴിവ് നമുക്ക് ജന്മനാ തന്നിട്ടുമുണ്ട്. ഈ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ബോധം വേണം. എപ്പോഴും ഒറ്റയ്ക്കാ. പിന്നെ പറയാറുണ്ട്, രണ്ടാൾ നടക്കുമ്പോൾ പകുതി ദൂരം നടന്നാൽ മതി, അത്രയേ ഉള്ളൂ ഈ അർത്ഥം. കാരണം രണ്ടാൾ ആയാലും നാലാളായാലും നടക്കാൻ അവനാ തന്നെ നടക്കണം. അവനാന് മുറിയായ അവനാനെ വേദനിക്കില്ല. സെന്റിമീറ്റർ കുറവൊന്നും വരില്ല. ഇല്ലല്ല, അത് മനസ്സിലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? എത്ര ആൾ ദുഃഖിക്കുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ ദുഃഖിക്കുകയല്ല, മറിച്ച് പുറമെ ചിലപ്പോൾ അതൊക്കെ അഭിനയിക്കേണ്ടി വരും കേട്ടോ. ജീവിതം ഒരു അഭിനയമാണ്. കരയന്തോർത്തിയിൽ പോയിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം കഷ്ടമാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ ശരിക്കും കരയേണ്ടി വരും. പക്ഷെ ഉള്ളുകൊണ്ട് കരയില്ല. കാരണം എന്താ വെച്ചാൽ ആത്മതത്വത്തെ അറിയുന്ന ഒരാൾക്ക് ദുഃഖിക്കാൻ അവിടെ വകുപ്പില്ലാന്നേ. കാരണം ആത്മാവ് ഉണ്ടായതുമല്ല നശിക്കുന്നതുമല്ല. പിന്നെ എന്തിൻ്റെ പേരിൽ ഞാൻ ദുഃഖിക്കണത്? നശിക്കണതിൻ്റെ പേരിൽ ദുഃഖിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അത് എന്തായാലും നശിക്കണതല്ലേ. നിശ്ചിതവും നിയമിതവുമാണ് ഓരോ മരണവും ഓരോ ദുഃഖവും. അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ദുഃഖിച്ചിട്ട് ഇപ്പം എന്താക്കി? പ്രത്യേകിച്ച് കാര്യം എന്താ കിട്ടാൻ പോണം? അപ്പോൾ വൈകാരികമായിട്ട് തൽക്കാലം ദുഃഖം വന്നു എന്ന് വരും. ഇത് ആത്മാവിനെ അറിയുന്നവരെ സംബന്ധിച്ചോളം ഏതാനും നിമിഷങ്ങളെ കൊണ്ട് അയാളത് മേക്കപ്പ് ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് മാനസികമാവും. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ദുഃഖത്തെ അടക്കാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരു മാനസികമായിട്ട് തീരുന്നവരുണ്ട്. അല്ല, ഈ ഓട്ടിസം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഈ ഭിന്നശേഷി കുട്ടികൾ, ഇതൊക്കെ ശരിക്കും അവർ കഴിഞ്ഞ ജന്മത്തിൽ മാനസികമായിട്ട് തകർന്ന് മരണപ്പെട്ട് പിന്നെ ജനിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയല്ല, അതാ മനസ്സിലാക്കിയതിടത്തോളം അത് ഈ ഗർഭാധാന സംസ്കാരത്തിൻ്റെ പരിണത ഫലങ്ങളാണെന്നാണ്. അതായത് സ്ത്രീ പുരുഷ സംഗമത്തിൽ ഒരു മുഖ്യ പങ്ക് നമുക്ക് വേദം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചില അപാകതകൾ, അത് മാത്രമാണ് ഈ ഓട്ടിസത്തിൻ്റെയൊക്കെ കാരണം അധികം അത് തന്നെയാണ്. ഇതിനൊരു ഉദാഹരണം പറയുന്നത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയാറില്ലേ? നിർമ്മിത ബുദ്ധിയിൽ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ എല്ലാം ഒരേപോലെ ശരിയായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ധാർമ്മികമായിട്ട് ഒരു ഗർഭിണിയുടെ വികാര വിചാരങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നൊക്കെ പറയാൻ കാരണം. ഇത് പറയുമ്പോൾ ഓട്ടിസത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഓർമ്മ വരുന്നത് നിർമ്മലാനന്ദ സ്വാമിജിയുടെ ഭിന്നശേഷിയല്ല, അത് രണ്ടും രണ്ടാണ്. ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴുത്ത് ഇവിടെ നിന്ന് കുഴഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ ഒരിക്കലും അത് ശരിയാവണില്ല. എന്ത് വന്നു കഴിഞ്ഞാലും അത് ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് ചികിത്സിച്ച. ഭിന്നശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ടല്ലോ. പലതരത്തിൽ പറഞ്ഞാൽ കാല് വേനല്ലാതാവുക, വേനല്ലാതാവുക, കണ്ണ് കാഴ്ച ഇല്ലാതെയാവുക, കാത് അതുണ്ട്. പക്ഷെ രണ്ടും രണ്ടാണ്. ഓട്ടിസം വേറെ. ബുദ്ധി ഇപ്പോൾ നമ്മളെ അപ്പുണ്ണീൻ്റെ കുട്ടിയില്ലേ, അപ്പുണ്ണീൻ്റെ കുട്ടി എന്നെ സംബന്ധിച്ച് നല്ല ബുദ്ധിയുണ്ട്. പക്ഷേ അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയായി ബന്ധപ്പെട്ടതാണ് ഓട്ടിസം. അതൊന്നുമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ നമ്മുടെ അറിവ് പരിമിതമാണ്. അത് വെച്ചിട്ട് നമുക്ക് 100% ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അറിഞ്ഞോർത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജന്മം കൊടുത്ത അച്ഛനമ്മമാരുടെ അശ്രദ്ധ ഇതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അത് ഭിന്നശേഷി ആയാലും ശരി, മറ്റേതായാലും ശരി, ഒക്കെ ശരി. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇതിനാ ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ഈ 3 കാര്യത്തിനാണ്. ഈ 3 കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഒരു അമേരിക്കയിൽ സ്വാമിജി പോയ സമയത്ത് അമേരിക്കയിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV വലിയ സ്ക്രീന്, അമേരിക്കയിലാണ്, വലിയ സ്ക്രീനാണ്, സിനിമ ഹാള് പോലെയാണ്. സൗണ്ടൊക്കെ വലിയ 3D ശബ്ദമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സിനിമ കാണുകയാണ്. ആ സിനിമ വളരെ സ്റ്റണ്ട് പടമാണ്. അപ്പോൾ ആ സിനിമയുടെ ചെന്ന സമയത്ത് കാണുന്നത് ഒരു 7 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ചാടി ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ്. ഇത് കണ്ടിരിക്കുന്ന ആളാരാണ്?
ഗർഭിണിയാണ്. അപ്പോൾ സ്വാമിജി പറയായിരുന്നു ആ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടി ഒന്നുകിൽ അവൻ ആ തരത്തിലായിരിക്കും, അപസ്മാര രോഗിയായിരിക്കും. കാരണം അവർ കണ്ട അവരുടെ ആ ഓരോ പ്രവൃത്തി, ഓരോ കാഴ്ചപ്പാടും ഈ കുട്ടീനെ ബാധിക്കും. ഇത് വൈദ്യശാസ്ത്രം തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദനെ കയാതുവാണ് പ്രഹ്ലാദൻ്റെ അമ്മ. കയാതുവിനെ ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ടുപോയി. ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് നാരദർ ഇടപെട്ടു. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി വേദതത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു നാരദർ. പിൽക്കാലത്ത് ആസുരികതയുടെ മൂർത്തിഭാവമായ ഹിരണ്യാക്ഷൻ്റെ മകനാണല്ലോ ഈ ഇയാൾ പ്രഹ്ലാദൻ. അപ്പോൾ ഹിരണ്യാക്ഷായ നമഃ എന്നാണ് പറയേണ്ടത്, നീ നാരായണനെ വിളിക്കരുത് എന്ന് പഠിപ്പിച്ചു അച്ഛൻ. ഈശ്വരനൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അങ്ങനെ പഠിപ്പിച്ചിട്ട് ഇവൻ എങ്ങനെയായാലും പറയും വിഷ്ണുണ്ട്, നാരായണനാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ഇരിക്കും. അവസാനം ഇയാൾ സഹി കേട്ടിട്ട് എൻ്റെ നാരായണൻ എവിടെയാണ് ഉള്ളത്? അപ്പോൾ പറയാണ് എൻ്റെ നാരായണൻ എല്ലായിടത്തുണ്ട്, അങ്ങയിലുണ്ട്, സർവ്വത്തിലുണ്ട്, സർവ്വവ്യാപിയാണത്. അങ്ങനെയാണെങ്കിൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെയാണ് ഈ തൂണ് പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് കഥ. ഈ കഥയിൽ നിന്ന് തത്വം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ വേറൊരു കാര്യമുള്ളത്, പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട് അച്ഛനൊരു സന്ദർഭത്തിൽ, നീ എന്തൊക്കെയാണ് ഗുരുകുലത്തിൽ പോയിട്ട് പഠിച്ചത്? അന്ന് ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചത് ഈശ്വരനൊന്നുമില്ല, നിരീശ്വരവാദിയായിട്ടാണ് പഠിക്കാൻ വേണ്ടി ചട്ടം കെട്ടിയത്. പക്ഷെ ഇവനൊക്കെ പഠിച്ചതെന്താ? ഈശ്വരീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഭക്തിയുടെ 9 തത്വങ്ങളെക്കുറിച്ച് ഇവൻ പഠിച്ചിരുന്നു. ഇവൻ പറഞ്ഞു കൊടുത്തു, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് അച്ഛാ ഞാൻ പഠിച്ചത്. അപ്പോൾ പറയാണ്, ഇത് എവിടെ നിന്ന് പഠിച്ചു? നിന്നെ ആരാത് പഠിപ്പിച്ചത്? അപ്പം പറയാണ്, എൻ്റെ ഗുരുനാഥൻ നാരദരാണ്. എവിടുന്ന്? അപ്പം നീ നാരദരെ എടുത്ത് നല്ല പഠിച്ചത്, നീ സ്കൂൾ വിദ്യാഭ്യാസം എന്നൊക്കെ അല്ലേ പഠിച്ചു, ഗുരുകുല വിദ്യാഭ്യാസമല്ലേ പഠിച്ചത്? അപ്പം പറയാണ്, അല്ല, എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് കഥയാണ്. കഥയിൽ നിന്ന് തത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഒരു മുഖ്യമായ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പാണ്. സാധാരണ പറയാറുണ്ട്, ജനിച്ച കുട്ടിയുടെ തല ഏങ്കോണിച്ചിട്ടായാൽ അമ്മമാർ പറയാറുണ്ട്, മുത്തശ്ശിമാർ വീട്ടിലുണ്ടായിരുന്നില്ലേന്ന് ചോദിക്കാം. കാരണം ഇത് ഒഴിഞ്ഞു നന്നാക്കണ പണി അരക്കുക മുത്തശ്ശിമാർക്കാണ്, ഇല്ലെങ്കിൽ അത് ഏങ്കോണിച്ചു കൊണ്ടാണ്. അപ്പം നമ്മളെ തലയൊക്കെ അങ്ങനെ ഉരുണ്ടുകൊണ്ടാവാൻ കാരണം വീട്ടിൽ നിന്ന് ജനിച്ച ഉടനെ ഒഴിഞ്ഞു നന്നാക്കിയിട്ടാണ്. അതേപോലെ തലേൻ്റെ ഉള്ളത്തത് നേരെ ആവണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണം? ഗർഭിണിയാവുമ്പോൾ ഗർഭാധാന സംസ്കാരം തൊട്ട് തുടങ്ങണം. ഈ 3 സംസ്കാരങ്ങൾ ശരിയായാൽ, അതുകൊണ്ടാണ് ഗർഭിണികൾ പൊതുവെ ഈ ആചാര്യന്മാരിൽ നിന്ന് ശാസ്ത്രം കേൾക്കണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഗർഭിണിയാകുമ്പോൾ മാത്രം ഓടി ചെന്നിട്ട് കേൾക്കാനും പറ്റില്ല. അതിന് മുമ്പ് കേട്ടതിൻ്റെ തുടർചലനങ്ങളെ അപ്പോൾ കേട്ടാൽ ഉള്ളിൽ കയറുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ അത് കേൾക്കുകയല്ല, അവിടെ കേൾക്കാന്മാരി ഇരിക്കുന്നുണ്ടാവും, പക്ഷേ വേറെന്തെങ്കിലും ചിന്തയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തുടർചലനങ്ങളാണ്. അപ്പോൾ ജീവിതത്തിൽ നിരന്തരം കേൾക്കുന്നതിനെ ആ സമയത്ത് ഒന്നും കൂടി ഉദ്ദീപിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് തൊട്ട് ഉണർത്താൻ കഴിഞ്ഞാൽ അതേ ഗുണമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രം തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പോൾ ചില മരണസമയത്ത് നാരായണ ജപിച്ചാൽ മതി എന്ന് പറയാറില്ലേ? പക്ഷെ മരണസമയത്ത് നാരായണ ജപിക്കാൻ തോന്നണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ നിരന്തരം ആ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ വേണം. എന്നിട്ട് ആ സമയത്ത് ഒരു സംസ്കാരം തൊട്ടുണർത്താൻ ഒരു കാരണമാകും. മൊഴി പ്രാന്തന്മാരായിട്ടൊക്കെ കുരുന്നൊക്കെയാണ് മരിച്ചു പോകണം. നാളെ നമ്മൾ പോലും അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ തമിഴായിട്ട് അല്ല പറയണേ. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ തന്നെയല്ലേ പിന്നെ കൊണ്ട് ജനനം വരുന്ന മാനസികാവസ്ഥയിൽ? അത് പറയാൻ പറ്റില്ല. അത് ആ ശരീരത്തിൻ്റെതല്ലേ. ആ ശരീരം ഉപാധി എടുത്ത കാരണം
അത് അയാളെ കർമ്മഫലമാണ്. ആ ഒരു ജന്മം കൊണ്ട് അവന്റെ ആ പ്രശ്നം തീരുമോ? ഉറപ്പ് പറയാൻ പറ്റില്ല. അയാൾ എത്ര ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് വന്നിട്ടേ ഓൻ പിന്നെ ഒരു മാനസിക ഇല്ലല്ലോ. അങ്ങനെയാകുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. ശരീരത്തിൻ്റെ പ്രാരബ്ധം ശരീരം പോകുന്നതോടുകൂടി കഴിഞ്ഞില്ലേ. ഒരാൾ ക്രിമിനൽ കേസിൽ പെട്ട ഒരാളാണ് ശരി. ഒരു അയാൾക്ക് അങ്ങനെ ചെയ്തു. അയാളെ പോലും മരിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പാടില്ല അറിയുന്നു. എന്താ കാരണം? അത് നമ്മളെ നാട്ടിലൊക്കെ പറയണം, മരിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയില്ല. എത്ര മോശം. രാവണനെ പറ്റി കുറ്റം പറയാൻ പോകുന്നുണ്ട്. രാമൻ പറയുന്നു അത് പറയാൻ പറ്റില്ല. ഈ കാണുന്ന സ്വഭാവമൊന്നും അല്ല ജന്മജന്മാന്തരങ്ങളിൽ കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം, ഓരോ ദിവസം നമ്മളൊരു ചെറിയ മരണം കഴിയുന്നുണ്ട്. രാത്രി നല്ല സുഖനിദ്രയിൽ എത്ര ക്രൂരനായിക്കോട്ടെ അയാളുടെ മുഖത്ത് നോക്കിയാൽ മതി, അയാൾ ശാന്തനായിരിക്കുന്നതാണ്. അയാൾ ബ്രഹ്മലോകത്ത് പോയ സമയമാണ്. ആ അപ്പോൾ വാസ്തവത്തിൽ ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ ചാന്നുണ്ട്. ഈ സ്വഭാവമൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ മോശമായ സ്വഭാവങ്ങളൊക്കെ, മനുഷ്യത്വ വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളൊക്കെ നമ്മളെ ചുറ്റുപാടുകളിൽ നിന്നാണ് കിട്ടുന്നത്. ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നത് ആ ശരീരം പതിക്കുന്നതോടുകൂടി അത് പോവും. പിന്നെ അതിൻ്റെ ചെറിയ ശേഷിപ്പൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും, അതിൻ്റെ വാസനകളൊക്കെ ഉണ്ടാവും. അതും കജ്ജളം പറ്റിയാൽ സ്വർണ്ണവും നിഷ്പ്രഭം എന്ന് പറഞ്ഞ പോലെ രാമായണത്തിൽ പറയുന്നുണ്ട്. നല്ലൊരാളെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, സാഹചര്യം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നേരെയാവാനുള്ള വകുപ്പുണ്ട്. അല്ലാതെ നമ്മളൊക്കെ എന്താ വെച്ചാൽ ജനിച്ച പാടനെ ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ സംഗതി അബദ്ധമാണ്. സംസ്കാരം വേണം. മറ്റേ ഗോകർണനെത്തിയില്ലേ? ഗോകർണൻ ആരായിരുന്നു? ഇതിനല്ലേ നമ്മൾ പുരാണങ്ങൾ പഠിക്കണേ. അതേമാതിരി മദ്യപിച്ച് ആസക്തനായ ഒരാൾ മരിച്ചാൽ പിന്നോനം ആസക്തിയിലുള്ള ഒരവസ്ഥ പിന്നോന് വരിക ഇല്ല, അതല്ല ഉണ്ടാവണം. അച്ഛൻ മദ്യപാനിയാണെങ്കിൽ കുട്ടി മദ്യപാനാവും. അയാൾ മദ്യപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അയാൾ വെച്ചിട്ട് കാര്യം, അയാളുടെ കർമ്മഫലം കഴിഞ്ഞു. ഇനി അയാൾക്ക് കുട്ടി ചിലപ്പോൾ അങ്ങനെ വന്നു എന്ന് വരും. അയാളതല്ല വരുന്നത്. അയാൾ തിരുത്തും. കാരണം ഒരാൾ മദ്യപിക്കുന്നു, മദ്യപം മാത്രമല്ല മറ്റ് എന്ത് തോന്നിയാസം കാണിച്ചാലും അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, ആര് അരുതേന്ന്. അതിനെ വകവയ്ക്കാതെയാണ് ഒരു മനുഷ്യനത് ചെയ്യുന്നത്. അല്ലേ? എന്താ അഭിപ്രായം? ഏത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളോട് ചോദിച്ചാലും അയാളുടെ ഉള്ളിൽ മനുഷ്യനാണെങ്കിൽ അയാളുടെ ഉള്ളിൽ നിന്ന് അരുതേന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ചെയ്ത് 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 അയാൾക്ക് അറപ്പ് വിട്ടതാവും. അപ്പോൾ അയാളുടെ സംസ്കാരം ഏതായിരിക്കും അടുത്ത ജന്മത്തിൽ? അല്ല, നല്ല സംസ്കാരമായിരിക്കും. കാരണം അയാൾ വിചാരം ചെയ്യുന്നുണ്ട്, അറിയാതെ വിചാരം. എനിക്ക് നേരെയാവണം എന്ന് അയാൾക്കുണ്ട് ഉള്ളിൽ. പക്ഷേ ബാഹ്യമായ പ്രേരണ നിമിത്തം അയാൾ ചെയ്തു പോവുകയാണ്. തിരുത്താൻ കഴിയണില്ല, അഡിക്റ്റായി പോയി. ഇപ്പോൾ മദ്യപാനികൾ തന്നെ എത്ര നമ്മളിവിടെ വരുന്നുണ്ട്, ഇവിടെ എത്ര പേര് വന്നുണ്ട്. അവർക്കൊക്കെ നന്നാവണം എന്നുണ്ട്, പക്ഷെ അയാൾക്ക് കഴിയണില്ല. ഇത് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് തെറ്റ് ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിലൊരു മനസാക്ഷി പറയുന്നുണ്ടായിരുന്നേന്ന്. ആ മനസാക്ഷിയുടെ വിളി അയാൾ കേൾക്കാതാവുകയാണ്. ഇനി ഈ മനസാക്ഷിയുടെ വിളി ഒന്നുകൂടി അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ആയിരുന്നത്രേ നമ്മുടെ ജയിൽവാസത്തെ. അനേകം മഹാത്മാക്കൾ ജനിച്ച സ്ഥലമാണ് ജയിലിൽ. പക്ഷേ ഇന്നിപ്പോൾ കൂടുതൽ കുറ്റം ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ കഞ്ചാവ് വീട്ടിൽ നിന്ന് പിടിച്ച ഒരാൾക്ക് കഞ്ചാവ് കൊണ്ടു കൊടുക്കുന്ന പണി അവിടെ പിന്നെയും കൊടുക്കണം. അതെ അതെ അതെ. ഇനി വേറൊരു ഇത് നമ്മളിപ്പോൾ നാളെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മളെ IG-യോ DGP-യോ ആരോ, ശ്രീലേഖ ആരായിരുന്നു? ശ്രീലേഖ IG ആയിരുന്നു. ഏതായാലും ശ്രീലേഖ പറഞ്ഞൊരു വാക്യമുണ്ട്. അവർ ജയിൽ സൂപ്രണ്ട് ആയിരുന്ന സമയത്ത് ഈ ജയിലുകളിൽ പൊറോട്ട ഉണ്ടാക്കുന്നൊരു പരിപാടി വന്നു. ഈ അടുത്ത കാലത്ത് വന്നതാണ്. ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് വിൽപ്പന നടത്തുക. അപ്പോൾ ജയിൽ പുള്ളികൾക്ക് പണി വേണമല്ലോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു കൂട്ടർ പറഞ്ഞു, ഒരു പോലീസുകാർ തന്നെ അതിൽ മെയിൻ ആൾക്കാർ പറഞ്ഞു, നമുക്ക് അതിൽ മാംസം കൂടി ആക്കിയാൽ എന്താണ്. അപ്പോൾ ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മാംസമൊക്കെ ഈ കഴിച്ചിട്ടാണ് കൊല്ലുക, അതിനെ കഴിക്കുക, അതിൻ്റെ പേടിയൊക്കെ മാറിയിട്ട് അറപ്പൊക്കെ വിട്ട് അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് ഓല് ഈ ജയിലിലെത്തിയത്. ഇനി ഓല അങ്ങനെ നശിപ്പിക്കണോ? ഓല് നന്നാവാനല്ലേ അവസരം കൊടുക്കേണ്ടതെന്നൊരു ചോദ്യം അവർ ചോദിച്ചു. അങ്ങനെ അത് പാളിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമ്മളിപ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നമ്മൾക്ക് ആലോചിക്കുക, എന്നോട് ഒരു കോഴീനെ കൊല്ലാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് കൊല്ലാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? പക്ഷെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ബാഹ്യമായ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഞാൻ അന്നും ഓർക്കുന്ന ചില രംഗങ്ങളുണ്ട്.
പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ നമുക്കിത് തെറ്റാണെന്ന് പോലും അറിയാതെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും, ഏതൊക്കെ ജീവനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. തെറ്റാണെന്ന് പോലും ചിന്തിക്കാൻ അപ്പോൾ കഴിയില്ല. പക്ഷെ കുറച്ച് ബുദ്ധിയൊക്കെ വരുന്ന സമയത്താണ് ചിലതൊക്കെ പഠിക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു വേദന വരുമ്പോൾ പോലെ തന്നെയല്ലേ അതിനും വേദന എന്ന് ചിന്തിക്കുന്നത്. ഒരു സമയത്ത് നമുക്ക് ഈ ചെയ്യുന്നത് പോലും തെറ്റാണെന്ന് പോലും, മത്സ്യം പിടിക്കുന്ന കാര്യമായാലും ചിലർ ചൂണ്ടലിടുന്ന കാണാം, ആ കുളത്തുമ്മലിങ്ങനെ ആ ഞാഞ്ഞൂളിനെ പോക്കണ രംഗം. ആ ചെയ്യുന്ന ആൾ ഇത് ഓർക്കുന്നുണ്ടാവുമോ ഞാൻ ചെയ്യുന്നത് മഹാപാപമാണ്? ഇല്ല. അയാളുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത്? ആ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി ഒരു ഇരട്ട് കൊടുക്കുകയാണ്. ആമേനെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്, ഭീകരാണത്. ആമ കയ്യും കാലൊക്കെ പുറത്തേക്ക് ഇടപ്പോഴാ അല്ല, തീയിലിട്ടിട്ടാ. തീ കൂട്ടിയിട്ട് ആമേനെ അതിലേക്ക് പിടിച്ചിടും. പിടിച്ചിടുമ്പോൾ തീ വരുമ്പോഴാണ് അതിൻ്റെ കയ്യും തലയൊക്കെ പുറത്തേക്ക്. അപ്പോൾ തലയ്ക്ക് കുരുക്കിടും, എന്നിട്ട് അതിനെ അറക്കും. കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾക്ക് അതേന്ന് വേണ്ടി ഇല്ല. അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് തല വരില്ല. മനുഷ്യനെ കാണുമ്പോൾ അത് ഉള്ളിലേക്ക് തല വലിക്കും. അത് തല പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീയിലിടുക ചെയ്യുക. നല്ല കത്തുന്ന തീയിലേക്ക് ഇതിനെ ജീവനോടെ ഇടുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ചുറ്റുപാടിപ്പോൾ കാണുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എത്ര ക്രൂരത. ഇനി വേണ്ട, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്തത് കാണുന്നു. നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. കൃതം സ്മര ക്രതോ സ്മര, കൃതം സ്മര ക്രതോ സ്മര എന്ന് ഈശാവാസ്യം പറഞ്ഞില്ലേ 17ാമത്തെ മന്ത്രത്തിൽ. ഓർക്കൂ മനസ്സേ, നീ ജീവിതത്തിൽ എന്തൊക്കെ അരുതാത്തത് ചെയ്തു. അതൊക്കെ ചോദിക്കണ സമയം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ആരാ ചോദിക്കുക? ഉള്ളെന്ന് ചോദിക്കും മനസാക്ഷിയാണ് ചിത്രഗുപ്തൻ്റെ കണക്കിൽ വരാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. ഈ മനസാക്ഷി തന്നെയല്ലേ ഈ ആത്മാവ് എന്ന് പറയുന്നത്? അതെ, മനസാക്ഷി തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നുണ്ട് നമ്മളോട്. അതിനെ തന്നെയാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത്. ചിത്രഗുപ്തൻ്റെ എഴുതി വയ്ക്കുകയാണ്, ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. മറക്കില്ലല്ലോ അത്. നമ്മൾ ചെയ്തതൊന്നും നമ്മൾ മറക്കില്ല. മറക്കേണ്ടത് മറക്കും, അതായത് ഓർക്കേണ്ടത് മറക്കും, ഓർക്കേണ്ടാത്തത് ഓർത്തുകൊണ്ടിരിക്കും. അല്ല, ഈ ലോകത്ത് അയാളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അതെ, അങ്ങനെ തന്നെയല്ലേ ഓരോരുത്തരും സംസ്കാരം ജന്യമായ ജീവിതം നയിക്കുന്നത്. അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും ചില ആളുകൾക്ക്. ചിലപ്പോൾ ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് മർത്യയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് ഇനി വേണ്ടതെന്ന് അറിയാൻ കാരണം. ഈ മർത്യം മനസ്സിലായി. മർത്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ചാവുക ജീവിക്കുക, കൊല്ലുക, തിന്നുക, അതന്നെ ജീവിതം, അതന്നെ മർത്യൻ. മറ്റു ജീവികളെ പോലെ കുറെ തിന്നണം, കുറെ ഉപഭോഗിക്കണം. അതെ, അത്ര തന്നെയുള്ളൂ. അതിന് മനുഷ്യരിലേക്ക് വരാന്നാണ് ഇങ്ങനെ വിചാരം ചെയ്യുമ്പോഴേ വരുന്നുള്ളൂ.